പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദ സെയിൻസിൻ്റെ 305 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ത്രേസ്യയ്ക്ക് ശേഷം ഈ ആഴ്ച കാവൽ മാലാഖമാരെ കുറിച്ചാണ്. ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ഒരു കാവൽ മാലാഖയുണ്ട്. അത് അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും രക്ഷ കൈവശപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ജനിക്കുന്ന നിമിഷം മുതൽ ഈ മാലാഖ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നു. ജനനത്തിന് തൊട്ടു മുമ്പ് വരെ അമ്മയുടെ കാവൽ മാലാഖയുടെ സംരക്ഷണത്തിലായിരിക്കും നാം ഓരോരുത്തരും. ഈ സംരക്ഷണം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. ഈ ലോകത്തിലെ പരിശീലനകാലം, അതായത് മരിക്കുന്ന നിമിഷം വരെ മാത്രമേ ഈ സംരക്ഷണം നിലനിൽക്കുകയുള്ളൂ. ശേഷം ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ പർദീസ വരെ അത് നമ്മുടെ ആത്മാവിനോടൊത്ത് സഞ്ചരിക്കുന്നു. അങ്ങനെ സ്വർഗരാജ്യത്തിൽ നമ്മുടെ കൂട്ടവകാശിയായി തീരുന്നു. ദൈവം അയക്കുന്ന വേലക്കാരും ദൂതന്മാരുമാണ് മാലാഖമാർ. മാലാഖ എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ദൂതവാഹകൻ എന്നാണ് അർത്ഥം. കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഇഹലോക യാത്രയിൽ അവർ നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ജോലിയിലും പഠനത്തിലും സഹായിച്ചും, അപകടങ്ങളിൽ പെടുമ്പോൾ സംരക്ഷിച്ചും, പരീക്ഷണങ്ങളിൽ അകപ്പെടുമ്പോൾ തുണച്ചും, ശാരീരിക അപകടങ്ങളിൽ പെടുമ്പോൾ സംരക്ഷിച്ചും അവർ നമുക്കൊപ്പമുണ്ട്. ഓരോ ആത്മാവിനും ഓരോ വ്യക്തിപരമായ കാവൽ മാലാഖയെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന ധാരണ സഭ പണ്ട് മുതലേ അംഗീകരിച്ചിട്ടുള്ള ഒരു വിശ്വാസ സത്യമാണ്. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ നിന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 18:10 പറയുന്നതാണിത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവ്വസാധാരണമായി പറയുന്ന മാലാഖമാർ ശരീരമില്ലാത്ത ആത്മീയ ജീവികളുടെ സാന്നിധ്യം ഒരു വിശ്വാസ സത്യമായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ജനനം മുതൽ മരണം വരെ മാലാഖമാരുടെ, പ്രത്യേകിച്ചും കാവൽ മാലാഖയുടെ സംരക്ഷണത്തിൽ മധ്യസ്ഥ അപേക്ഷയുടെയും വലയത്തിനുള്ളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ജീവനിലേക്ക് നയിക്കുവാൻ ഓരോ വിശ്വാസിയുടെയും സമീപത്ത് ഇടയനായും രക്ഷകനായും ഒരു മാലാഖ നിലയുറപ്പിച്ചിട്ടുണ്ട്. സഹായകരായ മാലാഖമാരെ നമുക്കായി അയച്ചതിനെ സഭ ദൈവത്തിന് ഉപകാര സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രധാന ദൂതന്മാരായ വിശുദ്ധ മിഖായേലിന്റെയും വിശുദ്ധ ഗബ്രിയേലിന്റെയും വിശുദ്ധ റഫായേലിന്റെയും തിരുനാളായ സെപ്റ്റംബർ 29 കാവൽ മാലാഖമാരുടെ തിരുനാളം. ഇന്നത്തെ ഈ ആഘോഷം ആദ്യമായി ആഘോഷിച്ചത് 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ മാത്രമായിരുന്നു. 1670 ഇത് ആഗോള സഭയിലേക്ക് വ്യാപിപ്പിച്ചത്. വിശുദ്ധ ബെർണാഡ് ഇപ്രകാരമാണ് പറയുന്നത്: നിന്റെ എല്ലാ വഴികളിലും മാലാഖമാർ നിനക്ക് അകമ്പടി സേവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ നീ ജാഗരൂകനായിരിക്കുക. എന്തെന്നാൽ ആ ദൗത്യത്തിൽ അവർ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. എവിടെ വസിച്ചാലും ഏത് മുക്കിലും മൂലയിലും നീ അകപ്പെട്ടാലും നിന്റെ കാവൽ മാലാഖയെ ആദരവോടെ ഓർക്കുക. അവനുണ്ടോ എന്ന് നീ സംശയിക്കുന്നുണ്ടോ? കാരണം നിനക്കവനെ കാണാൻ പറ്റുന്നില്ലല്ലോ. കേവലം കാഴ്ചയ്ക്കും അപ്പുറത്ത് നിലനിൽപ്പുണ്ടെന്ന യാഥാർത്ഥ്യം ഓർക്കുക. സഹോദരരെ, ഏറ്റവും ലാളനാപൂർവമായ സ്നേഹത്തോടെ നാം ദൈവത്തിന്റെ മാലാഖമാരെ സ്നേഹിക്കണം. കാരണം ഒരു നാൾ അവർ നമ്മുടെ സ്വർഗീയ കൂട്ടവകാശികളാകുന്നവരാണ്. പിതാവ് ഇപ്പോൾ അയച്ചിരിക്കുന്ന ഈ ആത്മാക്കൾ വരും കാലം നമ്മുടെ സംരക്ഷകരും വഴികാട്ടികളുമാകാൻ പോകുന്നവരാണ്. ഇപ്രകാരമുള്ള അംഗരക്ഷകരുള്ളപ്പോൾ നാം എന്തിനെ ഭയക്കണം? അവരെ ആർക്കും തോൽപ്പിക്കാനോ വഞ്ചിക്കാനോ സാധ്യമല്ല. എല്ലാ വഴികളിലും നമ്മെ കാത്തുരക്ഷിക്കുന്ന അവർക്ക് ഒരു വിധത്തിലും വഴിതെറ്റി പോവുകയുമില്ല. അവർ വിശ്വസ്തരാണ്, അവർ ബുദ്ധിശാലികളാണ്, അവർ ശക്തരാണ്. അപ്പോൾ പിന്നെ നാം എന്ത് പേടിച്ച് വിറയ്ക്കണം? നാം അവരുടെ പിന്നാലെ നടന്നാൽ മാത്രം മതി, അവരോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. അപ്പോൾ അവർ അത്യുന്നതന്റെ ആലയത്തിൽ സുഖമായി വസിക്കും. ആകയാൽ അടിക്കടിയുള്ള അഗ്നിപരീക്ഷ നിന്നെ തൊടാൻ തുടങ്ങുമ്പോഴും ഹൃദയഭേദകമായ ദുഃഖം നിന്റെ മേൽ വീഴാൻ തുടങ്ങുമ്പോഴും സഹായകനായ അവനെ പ്രാർത്ഥിച്ചുണർത്തുക, ഉച്ചത്തിൽ വിളിച്ച് കേണപേക്ഷിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ഒരാൾ ആരുമായി ചെങ്ങാത്തം കൂടുന്നുവോ അതിനനുസരിച്ച് അയാളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും മൂല്യങ്ങളിലും വ്യത്യാസമുണ്ടാകുന്നു. തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നയിക്കുന്ന നല്ല കൂട്ടുകാരാകട്ടെ നമ്മുടെ കൈമുതൽ. ഏവർക്കും നന്ദി.